ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം അച്ഛൻ്റെയാണോ അമ്മയുടെയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം മുട്ടിപ്പോകും. അച്ഛൻ്റെ സ്നേഹത്തിനും അമ്മയുടെ സ്നേഹത്തിനും വ്യത്യാസമുണ്ട്. പക്ഷേ ഏത് സ്നേഹമാണ് ഉയർന്നതെന്ന് ചോദിച്ചാൽ പലരും പറയും അമ്മയുടെ സ്നേഹമാണ് വലുത് എന്ന് പറയും. എന്നാൽ അച്ഛന്മാർക്ക് പൊതുവെ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അവരുള്ളത് എന്ന് നാം പലപ്പോഴും മറന്നു പോകുന്നു. പല പുരുഷന്മാരും അങ്ങനെയാണ്. അവരുടെ സ്നേഹം ഉള്ളിൽ കാണും, പക്ഷെ അതെങ്ങനെ പുറത്ത് പ്രകടിപ്പിക്കണം എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ സ്ത്രീകൾ, പ്രത്യേകിച്ചും അമ്മമാർ, അങ്ങനെയല്ല. അവരുടെ സ്നേഹം അവർ പുറത്ത് കാണിക്കും. അവരുടെ വാക്കുകളിൽ കൂടി, അവരുടെ പ്രവൃത്തികളിൽ കൂടി മക്കളെ അത് പ്രത്യേകം അവർ അറിയിച്ചിരിക്കും. പക്ഷേ എൻ്റെ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. വർഷം 2008 അന്ന് എൻ്റെ മകൻ ജനിച്ചിട്ടേ ഉള്ളൂ. ജനിച്ചവൻ ഏതാനും മാസങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസങ്ങളായിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു രാത്രി എൻ്റെ ഭാര്യയും മക്കളും അന്ന് വീട്ടിലില്ല. അന്ന് ഞാൻ വീട്ടിൽ തനിച്ചാണ് കഴിയുന്നത്. മുകളിലത്തെ വീട്ടിൽ ഞാൻ തനിച്ച് കഴിയുന്നു, താഴത്തെ വീട്ടിൽ എൻ്റെ പപ്പയും മമ്മിയുമുണ്ട്. അന്ന് ഏതാണ്ടൊരു 11 മണി ആയപ്പോഴത്തേക്കും എൻ്റെ പപ്പ എന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി. വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇതുപോലെ മമ്മിക്ക് വയ്യ, താഴെ ഒന്ന് വരണം, ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ പോയപ്പോൾ മമ്മി വളരെ അവശയായിരിക്കുന്നത് കണ്ടു. വളരെ വീക്കായിരിക്കുകയാണ്. അപ്പോൾ രാത്രി മുഴുവനും ഛർദ്ദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. വളരെ താമസിച്ചാണ് ആഹാരം കഴിച്ചതെന്ന് പപ്പ പറയുകയുണ്ടായി. മമ്മിക്ക് അങ്ങനെ ഒരു ശീലമുണ്ടായിരുന്നു. രാത്രി സീരിയലൊക്കെ കണ്ടു കഴിഞ്ഞ് വളരെ വൈകിയാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഓർത്തു ഭക്ഷണം വയറ്റിൽ പിടിക്കാതെ പോയതിൻ്റെ എന്തെങ്കിലും ഒരു റിയാക്ഷൻ ആയിരിക്കും ഈ ഛർദി എന്ന് വിചാരിച്ചു. അപ്പോൾ ദേഹമാസകലം ചെറുതായിട്ടൊന്ന് വിയർത്തിട്ടുണ്ട്. വളരെ അവശയായിരിക്കുന്ന മമ്മി പറഞ്ഞു, മോൻ പോയി കിടന്നോ, എനിക്കൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ മാറുമെന്ന് പറഞ്ഞു. ഞാനതൊന്നും കാര്യമാക്കാതെ മമ്മിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു. അന്ന് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ വിദഗ്ധരൊന്നുമില്ലായിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ നോക്കി ശുശ്രൂഷിച്ചു. കാലത്ത് ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് വരും, പുള്ളി വന്ന് കണ്ടിട്ട് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ രാവിലെ എൻ്റെ അമ്മ ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ മരിച്ചു പോയിരുന്നു. അന്ന് രാത്രി അമ്മയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ശേഷം ഞാൻ ആശുപത്രിയുടെ വരാന്തയിൽ ഒരു അറ്റൻഡർ എന്ന നിലയിൽ, പേഷ്യൻറ്റിനെ നോക്കുന്ന ആൾ എന്ന നിലയിൽ ഞാൻ വരാന്തയിൽ തന്നെ അവിടെയുള്ള ചുരുങ്ങിയ സാഹചര്യത്തിൽ അവിടെ ഒതുങ്ങിക്കൂടി. അവിടെ ഉറങ്ങുവാനൊന്നും സാധിച്ചില്ല. ഇവിടെ രാത്രി ചെലവഴിച്ചു. അതിരാവിലെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ICUവിലേക്ക് പോയപ്പോൾ അവരനുവദിച്ചു, അകത്തു പോയി. അമ്മയെ കണ്ടതും ആദ്യം അമ്മ എന്നോട് ചോദിച്ച ചോദ്യം, മോൻ രാത്രി ഉറങ്ങിയോ എന്നാണ്. മോൻ രാത്രി ഉറങ്ങിയോ? അപ്പോൾ വെറാണ്ടയിലെ കൊതുകടിയും അവിടുത്തെ ചൂടും ഒക്കെ ഞാൻ ഓർത്തു. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ ഉറങ്ങി എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം ഞാനിത് വെറുതെ പറയുകയാണെന്ന്. എന്നിട്ട് ഞാൻ അമ്മയെ നോക്കി ചോദിച്ചു, മമ്മിക്ക് വിശക്കുന്നുണ്ടോ? ഞാൻ വല്ലതും വാങ്ങിച്ചുകൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു. കുറച്ച് പാല് മാത്രം വേണമെന്ന് പറഞ്ഞു. കുടിക്കുവാൻ ഇച്ചിരി പാല് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അരികിലുള്ള ഒരു കടയിൽ പോയി പാലും ഇച്ചിരി ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഒരു സിപ്പ് കുടിച്ചു മമ്മി. കുടിച്ചും വെച്ച് പറഞ്ഞു, എനിക്ക് വസ്ത്രം മാറണമെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വസ്ത്രം അത് ധരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ധരിക്കാനൊക്കെ നഴ്സ് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു. അവർ സഹായിച്ചു. അപ്പോൾ ഞാൻ പുറത്താണ്, വെളിയിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നഴ്സ് ഓടി വന്ന് പറഞ്ഞു, മമ്മി ഈസ് സിങ്കിങ് എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് തീരെ വയ്യാതെയായിരിക്കുകയാണ്, അവരുടെ അവസ്ഥ വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടർമാരെ വിളിക്കൂ എന്ന് പറഞ്ഞു. ഞാനകത്ത് ഓടി ചെല്ലുകയും മമ്മിയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും മമ്മി മരിച്ചു കഴിഞ്ഞു. മമ്മി എന്നോട് അവസാനമായി ചോദിച്ച ആ ഒരു ചോദ്യം, മോൻ നല്ലപോലെ ഉറങ്ങിയോ എന്നുള്ള ചോദ്യം, എന്നെ വളരെ വിഷമിപ്പിച്ചു. അതാണ് ഒരു അമ്മയുടെ സ്നേഹം. അമ്മയ്ക്ക് ICUവിൽ
മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോഴും മകനെക്കുറിച്ചായിരുന്നു ചിന്ത. പുറത്ത് വെറാൻഡയിൽ മകൻ ഇരിക്കുന്നുണ്ട്. അവൻ ഉറങ്ങുന്നുണ്ടോ, അവന് വേണ്ടുന്ന സൗകര്യങ്ങൾ അവിടെ ഉണ്ടോ എന്നൊക്കെയായിരുന്നു അമ്മയുടെ ചിന്ത. മറ്റു പല ചിന്തകളും അമ്മയ്ക്ക് വന്നു കാണാം. പക്ഷേ മക്കളെക്കുറിച്ചും അവരുടെ നന്മയെക്കുറിച്ചും അവരുടെ സൗകര്യങ്ങളെക്കുറിച്ചും അവരുടെ സന്തോഷത്തെക്കുറിച്ചും ചിന്തിക്കുവാനുള്ള ആ മനസ്സ്, അതാണ് അമ്മയുടെ സ്നേഹം. ഇത് അപ്പന്മാർക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പന്മാർക്കും ഇതുണ്ട്. വളരെ ചുരുക്കമായ പുരുഷന്മാർക്ക് ഇങ്ങനത്തെ ഒരു സ്നേഹം അവരുടെ ഉള്ളിലുമുണ്ട്. ഇതാണ് അമ്മയുടെ സ്നേഹത്തിനും അപ്പൻ്റെ സ്നേഹത്തിനുമുള്ള വ്യത്യാസം.